ലോക വ്യാപാര കരാറിൽ ഒപ്പുവെക്കാൻ ഇന്ത്യ തയ്യാറെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു. ഭക്ഷ്യസംഭരണ പ്രശ്നത്തിൽ ഇന്ത്യയുടെ ആശങ്ക പരിഹരിക്കുന്ന കാര്യത്തിൽ അമേരിക്കയുമായി ധാരണയിലെത്തി. അതേസമയം ധാരണകൾ എന്തൊക്കെയാണെന്ന് വെളിപ്പെടുത്താൻ വാണിജ്യമന്ത്രി തയ്യാറായില്ല. 18 വർഷമായി തുടരുന്ന അനിശ്ചിതത്വത്തിന് വിരാമമിട്ടുകൊണ്ടാണ് ഇന്ത്യ ലോക വ്യാപാര കരാറിൽ ഒപ്പുവെക്കാനുള്ള സാധ്യത തെളിഞ്ഞത്. ഇന്ത്യയുടെ എതിർപ്പ് കൊണ്ട് മാത്രം ഇതുവരെ ഒപ്പുവെക്കാതിരുന്ന കരാറിൽ ലോകത്തെ മറ്റ് 160 രാജ്യങ്ങൾ നേരത്തെ സമ്മതം അറിയിച്ചിരുന്നു. ലോക വ്യാപാര കരാറിലെ വ്യവസ്ഥകളനുസരിച്ച് സർക്കാർ തലത്തിലുള്ള ഭക്ഷ്യസംഭരണം അനുവദിക്കില്ല. സബ്സിഡി നൽകുന്നതിനും നിയന്ത്രണങ്ങളുണ്ട്. ഈ രണ്ട് വ്യവസ്ഥകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇന്ത്യ ലോക വ്യാപാര സംഘടനയുടെ കരാറിൽ ഇതുവരെ ഒപ്പുവെക്കാതിരുന്നത്. കരാറിൽ ഒപ്പിടുന്ന ദിവസം മുതൽ 4 വർഷത്തേക്ക് കൂടി സബ്സിഡി നൽകാമെന്നും പിന്നീട് പിൻവലിക്കണമെന്നതുമായിരുന്നു ബാലിയിൽ ചേർന്ന ഉച്ചകോടിയിലുണ്ടായ ധാരണ. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടത്തിയ ചർച്ചകളിലൂടെ പ്രശ്നത്തിന് പരിഹാരമായെന്നാണ് കേന്ദ്ര വാണിജ്യമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചത്. എന്നാൽ ഏത് വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ കരാറിൽ ഒപ്പുവെക്കാൻ പോകുന്നതെന്ന കാര്യം ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ലെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. കഴിഞ്ഞ കുറച്ചു നാളുകളായി അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ലോക വ്യാപാര സംഘടനയുടെ കരാറിൽ ഒപ്പുവെക്കാൻ ഇന്ത്യക്കുമേൽ സമ്മർദ്ദം ചെലുത്തി വരികയായിരുന്നു. കരാറിൽ ഒപ്പിടാൻ സമ്മതമാണെന്ന നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി G20 രാജ്യങ്ങളിലെ ഉച്ചകോടിയിൽ അറിയിക്കുമെന്നാണ് സൂചന. ലോക വ്യാപാര സംഘടനയുടെ അടുത്ത ജനറൽ കൗൺസിലോടെ കരാർ ഔദ്യോഗികമായി നിലവിൽ വരും. റിപ്പോർട്ടർ, ദില്ലി.